ആക്ച്വലി എനിക്ക് അനുഭവം ഉണ്ടാകുന്ന കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ്. അന്ന് ഞാൻ ഇതിനെ പല രീതിയിൽ ആദ്യം ഞാൻ ആ വ്യക്തിയോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി അതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പിന്നീട് ഞാൻ പല ഫോറങ്ങളിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഇത് ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നുള്ള രീതിയിൽ, അത് എനിക്ക് മാത്രം എന്നുള്ള രീതിയിൽ പല രീതിയിലും പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അതിന് ഒരു രീതിയിലുമുള്ള ഒരു സപ്പോർട്ടും കൊടുക്കാതെ ആ വ്യക്തിക്ക് കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകി ആദരിക്കുകയാണ് ഉണ്ടായി എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, സമൂഹ മാധ്യമങ്ങളിൽ റീസെന്റ് പല സ്ത്രീകൾക്കും എതിരെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ വന്നപ്പോൾ ഒരു സ്ത്രീ പോലും ഇതിനൊന്ന് മുന്നോട്ട് വന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ധൈര്യം കാണിക്കുന്നില്ല. അപ്പൊ എനിക്ക് തോന്നി, എനിക്ക് അനുഭവം ഉണ്ടായിട്ടും ഞാനും കൂടി അത് മറച്ചു വെക്കുന്നത് ഞാൻ ഈ സമൂഹത്തോട് ചെയ്യുന്ന ഒരു തെറ്റല്ലേ എന്ന് തോന്നിയത് കൊണ്ട് ആണ്. അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഇന്റർവ്യൂ കൊടുത്തത്. മുൻപ് ഒരു അനുഭവം ദുരനുഭവം ഉണ്ടായി എന്ന് പറയുന്നു. അതിനുശേഷം അതേ അനുഭവം പിന്നീട് റിപ്പീറ്റ് ചെയ്യപ്പെട്ടോ? അതേ അനുഭവം റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, പക്ഷെ സ്ട്രാറ്റജീസ് മാറ്റിക്കൊണ്ടുള്ള ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ആദ്യം എങ്ങനെയായിരുന്നു അതിൽ നിന്ന് മാറി വേറൊരു സ്ട്രാറ്റജിയിൽ നമ്മളെ അപ്രോച്ച് ചെയ്ത് എങ്ങനെയെങ്കിലും നമ്മളെ അയാളുടെ ഇംഗിതത്തിലേക്ക് എത്തിക്കുക എന്നുള്ള തരത്തിലുള്ള ഒരു ഉദ്യമം ഉണ്ടായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വഴിയുള്ള പരിചയമായിരുന്നു, നേരിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ പോലും, നേരിട്ട് കണ്ടിട്ടില്ലാത്തപ്പോൾ പോലും അശ്ലീല സന്ദേശങ്ങൾ അയച്ചു എന്നുള്ളതാണ് എനിക്ക് കൂടുതൽ ഷോക്കിംഗ് ആയിട്ട് തോന്നിയത്. ആരെന്ന് വല്ല സൂചനയും കിട്ടിയോ? ഇല്ല, ഏതോ തന്തയില്ലാത്തവനാണെന്നറിയാം. ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ പരിചയപ്പെടുമ്പോൾ തന്നെ മോശമായി പെരുമാറുകയായിരുന്നു. പരിചയപ്പെടുമ്പോൾ തന്നെ ഈ രീതിയിലുള്ള സന്ദേശങ്ങൾ അയക്കുക അത്തരത്തിലുള്ള ഒരു രീതിയായിരുന്നു. അപ്പൊ ആലോചിക്കും തോറും വ്യക്തിയോട് ചോദിച്ചു, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു. ഈ രീതിയിൽ മുന്നോട്ട് പോകരുത്, താങ്കൾ ഒരു ജനങ്ങൾ അല്ലെങ്കിൽ സമൂഹം നോക്കിക്കാണുന്ന നല്ലൊരു വ്യക്തിയായിട്ട് കാണുന്ന ഒരാളാണ്, ഈ രീതിയിലേക്ക് മുന്നോട്ട് പോകരുത് എന്നുള്ള രീതിയിൽ ഞാൻ ചില ഉപദേശങ്ങൾ നൽകുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ഹൂ കെയേഴ്സ് ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു. എന്നോട് പറഞ്ഞത്, പ്രമാദമായ സ്ത്രീപീഡന കേസുകളിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് എന്തു സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ് ചെയ്തത്. അവരൊക്കെ ജയിച്ച് വലിയ വലിയ സ്ഥാനങ്ങളിലൊക്കെ എത്തിയിരിക്കുകയല്ലേ, അപ്പോൾ എനിക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, എവിടെ വേണമെങ്കിലും പോയി പറഞ്ഞോളൂ, ഒരു പ്രശ്നവുമില്ല എന്നാണ് പറഞ്ഞത്. പല ഫ്രണ്ട്സ് വഴിയും പല ആളുകളിൽ നിന്ന് വഴിയും ഈ ഒരു രീതിയിൽ തന്നെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് മനസ്സിലായി. പിന്നെ അത് മാത്രമല്ല, നേരിട്ട് പോലും ഒരു പരിചയമില്ലാത്ത പെൺകുട്ടിയുടെ അടുത്ത് ഇത്തരത്തിൽ മെസ്സേജ് ഇടുന്ന ആള് സൈക്കോ ക്യാരക്ടർ ആയിരിക്കും എന്ന് ഊഹിക്കാൻ അധികം വലിയ ബുദ്ധിയൊന്നും വേണ്ടല്ലോ. ഇവരെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊന്ന് ഇവന്റെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം. നേതാക്കൾ ഈ പറയുന്ന ആരോപണവും ചർച്ചകളും ഒക്കെ കടന്നു വന്നപ്പോ ഏത് നിലയ്ക്കാണ് പ്രതികരിച്ചതെന്ന് ഓർത്തു നോക്കിയാൽ ഹൂ കെയേഴ്സ് എന്നൊരൊറ്റ വാക്കുകൊണ്ട് തന്നെ കേൾക്കുന്നവർക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സൂചന റിനി നൽകുന്നു. അതാരാണെന്ന് നമുക്കറിയാം. എനിക്ക് കിട്ടി, സംഘത്തലവനെ പിടികിട്ടി. നിങ്ങൾ ഇതിനെ ലെജിറ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അത് ശരി, ഇതാണല്ലേ നിന്റെ കയ്യിലിരിപ്പ്. നിന്റെ രോഗം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത്, ഒരു എക്സ്പ്ലനേഷൻ ധാരാളം മതി. സംസ്കാരം. എനിക്കൊരു കാര്യം ബോധ്യമായി, താനേ വെറും തറയാ. കേരളത്തിന് മുഴുവൻ അപമാനമായി മാറിയിരിക്കുകയാണ്. ഇതിനു മുൻപും ഇത്തരത്തില് ഇയാൾക്കെതിരെ നിരവധി ആരോപണങ്ങൾ വന്നിട്ടുള്ളതാണ്. ഇവിടെ ഇദ്ദേഹത്തിന്റെ ചരിത്രമെല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ശ്രീകണ്ഠാപുരത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട്, അതിന്റെ ചരിത്രമൊക്കെ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കുറെ കാര്യങ്ങൾ അറിയും. ആളുകൾക്ക് ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഇത്തരത്തില് ഒരു ജനപ്രതിനിധി പാലക്കാടിന് തന്നെ അപമാനമായി മാറിയിരിക്കുകയാണ്. ഇവനൊക്കെ അത്രയ്ക്ക് മൂത്തെങ്കിൽ വല്ല മുള്ളുമുറിക്കലും പോയി കയറട്ടെ. നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന, ഞാൻ മനസ്സിലാക്കുന്ന നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനയുമായി, ട്രാൻസ്ജെൻഡർ സംഘടനയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഡിസപ്പാറിംഗ് മെസ്സേജ് ആണ്, അതെനിക്ക് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റില്ല. ഇന്നലെ ആ യുവ നടി വെളിപ്പെടുത്തിയത് പോലെ തന്നെ ഇയാള് അയക്കുന്ന മെസ്സേജ് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള മെസ്സേജുകളാണ് അയക്കുന്നത്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിന്നെയൊക്കെ എനിക്ക് അയാൾക്കുള്ള വൈകൃതം എന്ന് പറഞ്ഞ് നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം എന്നാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. വൃത്തികെട്ട ഏർപ്പാട്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ വ്യക്തമാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺവേട്ടക്കാരനാണ്, പൊതുപ്രവർത്തകനാകാനുള്ള യോഗ്യത ഇല്ല എന്നാണ്. അപ്പൊ ഇവനൊരു പാൻ ഇന്ത്യൻ അലവലാതിയാണ്. ഒരു സുഹൃത്ത് ചോദിച്ചത് ഇങ്ങനെയാണ്, രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ എപ്പോഴാണ് ഇതിനിടയ്ക്ക് പൊതുപ്രവർത്തനത്തിന് സമയം കിട്ടുന്നതെന്ന് അറിയത്തില്ല. എത്ര പെണ്ണുങ്ങളെ പുറകെ നടക്കുന്നു, എത്ര പേര് പറയാനുണ്ട്, എത്ര പെണ്ണുങ്ങളെ ഉമാർക്ക് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. ആ ചോദ്യം പ്രസക്തമാണ്.
ഇതിനൊക്കെ ഇടയിൽ എപ്പോഴാണ് പൊതുപ്രവർത്തനത്തിന് സമയം എന്ന ചോദ്യം. ഓരോന്ന് തങ്കപ്പന് ചീത്തപ്പേരുണ്ടാക്കാനായിട്ട് ഇറങ്ങും. വെളിപ്പെടുത്തലിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വിമർശനം. അപ്പൊ സ്വാഭാവികമായിട്ട് ഓരോരുത്തർ വന്ന് ഓരോ കഥകൾ പറയുമ്പോൾ ഇതൊക്കെ കേട്ടോണ്ടിരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം പറയാം. അത് വളരെ മോശമാണ്. നിങ്ങൾ എന്താ അങ്ങനെ ഇന്നത്തെ ഒത്തിരി പെൺപിള്ളാരും കൂടെയുള്ള പ്രസ്ഥാനം, നിങ്ങൾ അങ്ങനെ സംസാരിക്കുക, ഇവർക്കൊക്കെ എതിരെ കൊണ്ട് കേസ് കൊടുക്കുക. വെറുതെ എന്തിനാണ് ഈ പ്രസിഡന്റ് ഒക്കെ പേര് വലിച്ചെടുക്കുന്നത്? അതല്ലേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. ഇങ്ങനെയുള്ള ആരോപണം എപ്പോഴും നമുക്ക് ചിരിച്ചു തള്ളാൻ പറ്റത്തില്ല. ഇതുവരെ നമ്മൾ ഇതുപോലെ ആരോപണങ്ങൾ വന്ന് ഞാനൊരു വോയിസ് ഇട്ടിട്ടുണ്ട് ഈ ഗ്രൂപ്പിൽ. പക്ഷെ ഇത് അങ്ങനെയല്ല. പ്രതികരിക്കേണ്ടത് പ്രതികരിക്കുക തന്നെ ചെയ്യും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണ വിധേയമായി മാറി നിൽക്കേണ്ട ഉത്തരവാദിത്തം, കടമ അദ്ദേഹത്തിനും ഉണ്ട്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു യുവതിയുമായുള്ള സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു ഓഡിയോ ഉണ്ട്. ആ ഓഡിയോ രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു മാധ്യമ പ്രവർത്തകയും തമ്മിലുള്ള സംഭാഷണമാണ്. ആയിരിക്കുന്ന ഒരു കാര്യം, സംഭാഷണത്തിന്റെ ഒരു വശത്ത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്, മറുവശത്ത് ബോൾഡായുള്ള ഒരു യുവതിയാണ്. ആ യുവതി രാഹുലിനോട് താൻ ഗർഭിണിയായ വിവരം അറിയിക്കുന്നു. രാഹുല് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നു. പക്ഷേ നല്ലൊരു നാളേക്ക് വേണ്ടി ചെറിയ ചില ത്യാഗങ്ങളൊക്കെ സഹിച്ചേ പറ്റൂ. അതിന് സമ്മതിക്കില്ല എന്ന് യുവതി പറയുന്നു. അപ്പോൾ പിന്നെ ആ കുട്ടിയുടെ തന്തയാരെന്ന് ചോദിച്ചാൽ ആരെന്ന് പറയും എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ പേര് ചൂണ്ടിക്കാട്ടും എന്ന് പറയുന്നു. എങ്കിൽ അതെനിക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നു. പോയി ചത്തുടടാ. കൃത്രിമ സംഭാഷണമായി തോന്നുന്നില്ല. ഈ യുവതിയുമായുള്ള സംഭാഷണം പുറത്തു വരുന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ ഉയർത്തിയ എല്ലാ പ്രതിരോധങ്ങളും ഇല്ലാതാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺവേട്ടക്കാരനാണ്, ഒരു യുവതിയെ ഗർഭിണിയാക്കിയ ക്രൂര മനസ്സുള്ളയാളാണ് എന്ന് വ്യക്തമാകുന്നു. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? പോയി കിടപ്പാടവും പോയി, ആ പാടുണ്ടായിരുന്ന മാനവും പോയി. താങ്ക്സ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രസ്ഥാനത്തെ കുറിച്ചുള്ള വാക്കുകൾ. തീർച്ചയായിട്ടും ഇപ്പോൾ മാധുവിന്റെ ഈ ചോദ്യത്തിൽ ഒരു സംശയം പോലും എന്നെ പോലുള്ളവർ നേരിടുന്ന ഏറ്റവും വലിയ ദുര്യോഗമാണ്. ഏതെങ്കിലും വ്യക്തികൾക്ക് അവരുടെ സ്വകാര്യതയിൽ സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾക്ക് പാർട്ടി ഒന്നാകെ അതിന്റെ മുഖമെടുത്ത് ചുമക്കേണ്ടതുമില്ല. അതുകൊണ്ട് നടപടികൾ ഉണ്ടാകണം. തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് ഒരാൾ അയച്ചു എന്ന് മകളുടെ പോലെ കാണുന്ന ഒരു കുട്ടി വന്ന് പറഞ്ഞാൽ ഒരു പിതാവ് എന്ത് ചെയ്യും? അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു പിതാവ് എന്ത് ചെയ്യും? മരിച്ചാലും ഇങ്ങനെ ഒരു നാറിയ പണിക്ക് കൂട്ടുവയ്ക്കാൻ എന്നെ കിട്ടില്ല. ഒരു യുവതി അല്ല, അനേകം യുവതികൾ രാഹുലിനെതിരെ രംഗത്ത് വരുന്നു. ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. നല്ല തറവാട്ടിക്കൊണ്ടേ രാഹുൽ മോശമായി പെരുമാറി എന്ന് പറഞ്ഞ് ഒരു സിനിമാ നടി രംഗത്ത് വന്നിരുന്നു. രാഹുൽ അശ്ലീല സംഭാഷണം നടത്തി എന്ന് പറഞ്ഞാണ് രംഗത്ത് വന്നത്. അതോടുകൂടിയാണ് ഈ വിവാദം ഇപ്പോൾ കനത്തത്. ഇതവന്റെ സ്ഥിരം കലാപരിപാടിയാ. പെൺകുട്ടികളെ കണ്ടാൽ നിനക്ക് ഇത്ര ഇളക്കം എന്താണ്? നീ ഞരമ്പ് വല്ലതും ആണോ? ഞരമ്പല്ല ഞാൻ. ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാൾ പോലും, ഞാൻ എല്ലാവരുമായി സംസാരിച്ചിരുന്നു. ഞാൻ KPCC പ്രസിഡന്റുമായി, പ്രതിപക്ഷ നേതാവുമായി, AICC ജനറൽ സെക്രട്ടറിമാരുമായി, ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ നേതാക്കന്മാരുമായി സംസാരിച്ചിരുന്നു. ഈ നിമിഷം വരെ എന്നോട് രാജിവെക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഇവിടെ അങ്ങ് തന്നെ സൂചിപ്പിച്ചൊരു വിഷയമുണ്ട്. ഒരു യുവനടിയുടെ ആരോപണങ്ങൾ വന്നുവെന്ന്. ആ യുവനടി എൻ്റെ അടുത്ത സുഹൃത്താണ്. അവരെന്നെ പറ്റിയാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, വിശ്വസിക്കുന്നുമില്ല. വേണ്ട, ന്യായീകരണമൊന്നും പറയണ്ട. അവര് എൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഓർത്തു നോക്കിയാൽ ഹൂ കെയേഴ്സ് എന്നൊരൊറ്റ വാക്കുകൊണ്ട് തന്നെ കേൾക്കുന്നവർക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സൂചന റിനി നൽകുന്നു. ബുദ്ധിമാനായിക്കോ, പക്ഷെ മറ്റുള്ളവരെ വെറും മണ്ടന്മാരായി കളയരുത്. അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ വന്നിട്ടുള്ള ആരോപണങ്ങൾ എന്തായാലും അത് നിരന്തരം പല ആരോപണങ്ങൾ വരുവാണല്ലോ. അപ്പൊ അത് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ പറയുന്നു, ഇപ്പൊ ന്യൂസുകളിലൊക്കെ വന്ന ചില ഓഡിയോ ക്ലിപ്പൊക്കെ വരുന്നു, അതൊക്കെ ഗുരുതരമായ ആരോപണമാണല്ലോ. ഇപ്പൊ ഞാൻ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അത്രയും ഗുരുതരമാണെന്ന് ഞാൻ പറയുന്നില്ല. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണല്ലോ. അപ്പൊ ഇത് ബേസിക്കലി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം എന്ന രീതിയിലാണ് കാണുന്നത്. വ്യക്തിപരമായി ഇതിലൊരു സന്തോഷവും എനിക്കില്ല എന്നുള്ളതാണ്. ഈ ഒരു കാട്ടുകോഴിയെ ഇനി പാലക്കാടിന് ആവശ്യമായിട്ടില്ല. ഇദ്ദേഹത്തെ മുരുക്കുമരത്തിൽ തിളക്കേണ്ട സാഹചര്യമാണുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിലെ മുരുക്കുമരത്തിൽ കയറ്റുകയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇവനൊക്കെ അത്രയ്ക്ക് മൂത്തെങ്കിൽ വല്ല മുള്ളുമൊരിക്കലും പോയി കയറട്ടെ. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. MLA സ്ഥാനം രാജിവെക്കണം. ഇദ്ദേഹത്തെ ഇനി കൊണ്ട് നടന്നാൽ നാറും എന്നുള്ളത് കോൺഗ്രസിന് മനസ്സിലായതുകൊണ്ട് അവർ സ്വയം സംരക്ഷിക്കുക. കഷ്ടം,
തന്നെ താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ താനേ അറിഞ്ഞോളും.